നമ്മുടെ പുഞ്ച പൊടിയാണ്. ഇത് വെള്ളം ചൂടാക്കി നല്ലപോലെ തിളച്ചിട്ട് കുഴച്ച് വെച്ചേക്കാണ്. ശകലം ഉപ്പ് ഇട്ട് അതുപോലെ കുഴച്ച് വെച്ച് ഈ പരുവത്തിന് കുഴക്കണേ. എന്നാലേ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ ഞെക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ ടൈപ്പാണ്. ഇപ്പം പല ടൈപ്പിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഞെക്കിയെടുക്കാമെന്ന് എടുക്കും. അതുകൊണ്ട് ഇതിലോട്ട് ഇങ്ങനെ ഉരുട്ടി ഇങ്ങോട്ടിടുക. ഇത്തിരി നിറയ്ക്കേണ്ട, കുറച്ച് നിറച്ച് നമുക്കെല്ലാം ഞെക്കിയെടുക്കാൻ പാടായി. പുഞ്ചപ്പൊടിയാണ്. ഇതുകൊണ്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് പിന്നെ നമ്മുടെ പൂവരശല, എനിക്ക് കുറച്ച് പൂവരശല കിട്ടി. അതിൽ ഉണ്ടാക്കാൻ വേണ്ടി പണ്ടൊക്കെ ഉള്ളവർ പൂവരശല എടുത്തിട്ടാണ് ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തട്ടിൽ വെച്ചിട്ടുണ്ടാക്കാം. ഇതിലോട്ട് നമുക്കിങ്ങനെ ഞെക്കി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, ഇതിൽ ഞാൻ ഒരു പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത്, ജീരകം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ സേവനാഴിനെ നമുക്ക് ഞെക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ വിതറി കൊടുക്കാം. ഈ ഇല നമുക്ക് ഏറ്റവും ഗുണമുള്ളതാണ്. എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ആയുർവേദ ഡോക്ടർ പറയുന്നുണ്ട് ഇത് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പം പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന നല്ല ഗുണമായില്ലേ. അവരൊക്കെ ഈ ഇലയിലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നല്ല ഗുണം. അതിൻ്റെ ആവിയിൽ കയറി ആ അപ്പം വെന്ത് ആവി കയറി ഇലയും വാടി നല്ല ഗുണം കിട്ടുന്നുണ്ട്. അപ്പം ശരി, നമുക്കുണ്ടാക്കാവേ. ഞെക്കുന്ന പാടാണ്. ഒറ്റ കൈ കൊണ്ട് പിടിച്ച് വീഡിയോ കാണിക്കാൻ നിങ്ങൾക്ക് പാടാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. കുറച്ച് ഞെക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇങ്ങോട്ടിടും. മധുരം വേണ്ടവർക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കറിയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. കറിയും കൂട്ടി കഴിക്കാം. മധുരം ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട. ഞാനിത് ഈ പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു ലെയറോട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചുറ്റിക്കൊടുക്കാം. ഒരു ലെയറോട് ചുറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അല്പം തേങ്ങ രണ്ട് ഇലയിലാകുമ്പോൾ നമുക്ക് ഇച്ചിരി വലുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. തട്ടിലാകുമ്പോൾ ഇത്രയും വലുപ്പവും കിട്ടത്തില്ല, ഒട്ടിയിരിക്കും. കണ്ടില്ല? ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ശരി, അടുത്ത് നമുക്കുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിക്കാവേ. നമ്മുടെ ഇലയൊക്കെ വാടി ഉണ്ടാകും. ആ ഇലയുടെ സത്വം എല്ലാം നമ്മുടെ ഇടിയപ്പത്തിൽ പറ്റിയിട്ടുണ്ട്. ഇടിയപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. കറി കറി കൂട്ടി കഴിക്കുന്നവർക്കാണെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമില്ല. നമ്മളങ്ങനെ തന്നെ. ഇതിപ്പം ഇനി ഞാൻ കറി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് മധുരം ഇട്ടേക്കാണ്. അപ്പോൾ ശരി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇല കൊണ്ട് പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ തട്ടിൽ ഒട്ടത്തില്ല. കണ്ടോ? തട്ട് കഴുകാൻ പാട് വരത്തില്ല. ഇപ്പോൾ ഒട്ടും ഒട്ടിയിട്ട് ഇല്ലാന്നുള്ളത് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുത്ത് ഇതല്ല ആ പൂവരശലയുടെ ഇത് നല്ല വലുപ്പമില്ലേ. തട്ടിലിട്ടുണ്ടാക്കുമ്പോൾ ഇത്രയും വലുപ്പം കിട്ടത്തില്ല. നല്ല നൂല് പോലെ ഒന്നും ഒട്ടിയിട്ടുമില്ല. അങ്ങനെ നമ്മുടെ പുഞ്ച ഇടിയപ്പം വരും. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.